ഷാഫി ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് പിന്നെ ബൈ ഇലക്ഷൻ വരുമ്പോൾ BJP സാധ്യത കൂടും. അപ്പൊ ഈ ഒരു പ്രചാരണം ഒരുപക്ഷെ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഷാഫിക്ക് വേണ്ടി കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മുസ്ലിം വോട്ടുകൾ ടീച്ചർക്ക് അനുകൂലമായി കൺസോൾട്ടേറ്റ് ചെയ്യും. അപ്പൊ ഷാഫിയുടെ സാധ്യത ഉൾട്ടയാവാൻ സാധ്യതയുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് LDF മണ്ഡലമാണത്. അവിടെ UDF അനുകൂലമാക്കി മാറ്റിയ TP വെച്ചുള്ള ഒരു ഫാക്ടർ ഇപ്പല്ല. ഷാഫി ഇവിടെ മത്സരിക്കുന്നില്ല, മുരളീധരനെ കണ്ടും ഭേദമാണ്. കാരണം മുരളീധരനെതിരെ RSSന്റെ വോട്ട് വരികയായിരുന്നു, ഇങ്ങനെ തോൽപ്പിക്കണമെന്ന് അവർക്കുണ്ട്. ബാക്കി ഫാക്ടർ എല്ലാം തന്നെ മുരളിക്കും പിന്നെ ഷാഫിക്കും ഒരേപോലെ തന്നെ നിൽക്കുന്നത്. പിന്നെ മുസ്ലിം വോട്ടുകൾ കുറച്ചും കൂടി പിണറായി വിജയനുള്ള സ്നേഹം കൊണ്ട് പോകാൻ സാധ്യത മുസ്ലിം വോട്ട്. നമ്മളെ പയ്യൻ ചെറുപ്പക്കാരൻ പിയാപ്ല, നല്ല കാണാൻ രസമുള്ള പയ്യൻ, നല്ല അവൻ തോൽക്കാത്ത സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അങ്ങനെയൊക്കെ രീതിയിൽ അത് ഷാഫി കിട്ടാനും പിന്നെ പെൺകുട്ടികൾക്ക് ഷാഫിന് ഇഷ്ടമാണ്. അപ്പൊ പെൺകുട്ടികൾ കുറച്ചുകൂടി ഇതൊക്കെ ഒരു ഘടകമാണ്, വോട്ടുകൾ ഷാഫിക്ക് കിട്ടാം. ഇതൊക്കെ ഷാഫിക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. മുരളീനെ വെച്ച് നോക്കുമ്പോൾ ഷാഫി കുറച്ചും കൂടി വിന്നബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. സ്റ്റിൽ അത് ഇടതുപക്ഷ മണ്ഡലമാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഇടതുപക്ഷ മണ്ഡലത്തിൽ മലയോര മേഖല, പേരാമ്പ്ര, കുറ്റ്യാടി, ഈ പ്രദേശം, നാദാപുരം, ഈ പ്രദേശങ്ങളെല്ലാം തന്നെയുള്ള കൂത്തുപറമ്പിന്റെ ചില മേഖലകൾ കേരള കോൺഗ്രസ് എംമാര്, അവരെ വോട്ട് ഈ LDF കിട്ടേണ്ട UDF കിട്ടേണ്ട ആ വോട്ട് LDF വന്നു. ലീഗിന് അത്ര മുമ്പത്തെ ആവേശമൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് ലീഗ് എന്ത് ചെയ്യുമെന്ന് വെച്ചാല് മുമ്പത്തെ പോലെ ലീഗിന്റെ വോട്ട് കിട്ടണമെന്നില്ല. പിന്നെ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് LDF കൂടെ നിന്നിട്ടുള്ള UDF കൂടെ നിന്നിട്ടുള്ള ജനതാദൾ ഇപ്പൊ അപ്പുറത്താണ്. ഇതൊക്കെ കോൺഗ്രസിന് എതിരായിട്ടുള്ള UDF എതിരായിട്ടുള്ള ഫാക്ടറാണ് ആ പ്രത്യേക നിയോജക മണ്ഡലത്തിൽ. അപ്പൊ അതിന്റെ കൂടെ ഷാഫി വരുമ്പോൾ ഈ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടക്കും. യുവാക്കളെ വോട്ട് ചിലപ്പം കൂടുതൽ കിട്ടാൽ മതി. RSSന്റെ വോട്ട് ചിലപ്പോൾ ഷാഫി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ആ പാലക്കാട് സീറ്റ് വേക്കണ്ടാവും. അവിടെ സാധാരണ വിചാരിച്ച BJP ജയിക്കും. ഷാഫി ആയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. BJPക്ക് അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭയിൽ ഒരു MLA കൊടുക്കാൻ പറ്റും. മാത്രമല്ല അത് പഞ്ചായത്ത് ഇലക്ഷനിലും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ അവർ ഗുണം ചെയ്യും. പക്ഷെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചു വോട്ട് ചെയ്താൽ ഷാഫിയുടെ സാധ്യത ഉൾട്ടാവുകയും ചെയ്യും. അതായത് ഷാഫി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ BJP ആണ് ജയിക്കാൻ പോകുന്നുള്ള ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ. LDF ശക്തമായ മേൽക്കൈ ഉള്ള ഒരു മണ്ഡലമാണ്. UDF അനുകൂലമായി അതായത് TP വെച്ചുള്ള ഒരു ഫാക്ടർ ഇപ്പൊ UDF കൂടെ ഉള്ളതാണ്. വടകരയിൽ LDF തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള സാധ്യത. പിന്നെ RSS വോട്ട് തിരിച്ച് ചിലപ്പം മറ്റേ സീറ്റ് പാലക്കാട് വേക്കന്റ് ആക്കാൻ വേണ്ടി ചിലപ്പം ഷാഫിക്ക് ചെയ്യാൻ മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ, അപ്പോൾ ഷാഫിക്ക് അനുകൂലമായി വരുമെന്ന് കരുതുന്ന മുസ്ലിം കൺസോൾട്ടേഷൻ അങ്ങനെയൊക്കെ ഒരു ഫീല് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എതിരാവും. അപ്പൊ അതുകൊണ്ട് ഏതായാലും ശൈലജ അപ്പം കംഫർട്ടബിൾ പൊസിഷനിലാണ് അവിടെ. പിന്നെ ആളുകൾ ബുദ്ധി ഉപയോഗിച്ച് വോട്ട് ചെയ്താലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അതല്ല, ബുദ്ധി ഉപയോഗിക്കാതെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, ആറ്റിങ്ങൽ BJPക്കാണ് സാധ്യത കൂടുതൽ. കാരണം BJP അവിടുത്തെ വർക്കലയിലെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ MLA ആയിട്ട് വളരെ സജീവമായിട്ടുള്ള ആളാണ്, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ തവണ LDF പോയ വോട്ട് കൊണ്ടാണ് അടൂർ പ്രകാശ് ജയിച്ചത്. പിന്നെ വേറൊരു കാര്യം, അടൂർ പ്രകാശ് കള്ളവോട്ട് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം മാത്രമല്ല ശോഭ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ ആ രീതിയിൽ ശോഭയെ പോലെ ഇടിച്ചു കയറാൻ പറ്റുന്ന സ്ഥാനാർത്ഥി